പാകിസ്ഥാന്റെ നെഞ്ചിടിപ്പ് കൂട്ടി ജൂലൈ 23 മുതൽ 25 വരെ രാജസ്ഥാനിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യൻ വ്യോമസേന വലിയ തോതിലുള്ള സൈനിക അഭ്യാസം നടത്താനൊരുങ്ങുന്നു. വർദ്ധിച്ചുവരുന്ന സംഘർഷ സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ദിനംപ്രതി ഇന്ത്യ മുന്നോട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിരോധ രംഗങ്ങളിൽ കൂടുതൽ കരുത്താർജിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനായുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുന്നുമുണ്ട്. മാത്രമല്ല, ഇന്ത്യ പാക് സംഘർഷം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അവസാനിച്ചിട്ടില്ലെന്നും കേന്ദ്ര നേതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളുമായി കൂടിച്ചേർന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഇന്ത്യ കരുത്തോടെ തന്നെ സംഘർഷങ്ങളെ നേരിടാൻ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ബാർമർ, ജോധ്പൂർ എന്നിവയുൾപ്പെടെ നിർണായക പ്രദേശങ്ങളിൽ ഈ അഭ്യാസം വ്യാപിക്കും. വ്യോമസേനയുടെ പതിവ് പ്രവർത്തന സന്നദ്ധത പരിശീലനത്തിന്റെ ഭാഗമാണ് ഈ അഭ്യാസം. പക്ഷേ പടിഞ്ഞാറൻ മുന്നണിയിലെ വർദ്ധിച്ച ജാഗ്രതയ്ക്കിടയിൽ ഇതിന് പ്രാധാന്യം ലഭിക്കുന്നു. രാജ്യാന്തര അതിർത്തിക്കടുത്തുള്ള രാജസ്ഥാനിലാണ് ഈ അഭ്യാസം നടക്കാൻ പോകുന്നത്. വ്യോമസേനയുടെ പതിവ് ഓപ്പറേഷണൽ റെഡിനൻസ് ഡ്രില്ലുകളുടെ ഭാഗമാണിത്. ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ 2-3 കമാൻഡുകൾക്കിടയിലാകാം. സിവിലിയൻ വിമാനങ്ങളിൽ നിന്ന് വ്യോമാതിർത്തി ശുദ്ധീകരിക്കുന്നതിനായി അത്തരം അഭ്യാസങ്ങൾക്കിടയിൽ ഞങ്ങൾ നോട്ടം പുറപ്പെടുവിക്കുന്നത് തുടരുന്നു, ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതാണ്. റാഫേൽ, മിറാഷ് 2000, സുഖോയ് 30 തുടങ്ങിയ മുൻനിര ജെറ്റുകൾ ഉൾപ്പെടുന്ന പ്രധാന യുദ്ധവിമാന സ്ക്വാഡ്രകളുടെ പങ്കാളിത്തം ഈ അഭ്യാസത്തിൽ ഉൾപ്പെടും. ഇവയ്ക്കൊപ്പം വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും നിർണായക പിന്തുണ അടിസ്ഥാന സൗകര്യങ്ങളും പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിന്യസിക്കും. രാത്രികാല പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിലും ഈ അഭ്യാസം ശ്രദ്ധ കേന്ദ്രീകരിക്കും. ബാർമർ, ജയ്സാൽമർ, ബിക്കാനീർ, ശ്രീഗംഗാനഗർ തുടങ്ങിയ ജില്ലകളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ 413 ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് പ്രത്യേകിച്ച് മേഖലയിൽ വർദ്ധിച്ചുവരുന്ന പ്രവർത്തനങ്ങളുടെ ഒരു കാലഘട്ടത്തെ തുടർന്നാണ് വരാനിരിക്കുന്ന അഭ്യാസം. എന്നിരുന്നാലും ഇന്ത്യയുടെ നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം വ്യോമാക്രമണങ്ങളെയും വിജയകരമായി നിർവീര്യമാക്കി. അതേസമയം ഇന്ത്യ നിർമ്മിക്കുന്ന മെയ്ഡ് ഇൻ ഇന്ത്യ ആയുധങ്ങളോടുള്ള ലോകത്തിന്റെ ആകർഷണം വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യയുടെ സൈനിക കരുത്ത് ലോകം മുഴുവൻ കണ്ടിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങൾക്ക് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വൻ ഡിമാൻഡാണെന്നാണ് വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യം പുറത്തു പറഞ്ഞത്. ഇന്ത്യയുടെ കരുത്തുറ്റ ആയുധങ്ങൾക്കായി മുസ്ലിം രാഷ്ട്രങ്ങൾ വരെ ഇന്ന് ക്യൂ നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് മോദി നമ്മുടെ സൈനിക ബലത്തെക്കുറിച്ച് പറയുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയാണ് പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞത്. ഇന്ത്യയുടെ സൈനിക കരുത്ത് ലോകം മുഴുവൻ കണ്ടിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ സൈന്യം നിശ്ചയിച്ച ലക്ഷ്യം 100% കൈവരിച്ചു. ഭീകര തലവന്മാരുടെ വീടുകൾ 22 മിനിറ്റിനുള്ളിൽ നിലം പരിശാക്കി. മെയ്ഡ് ഇൻ ഇന്ത്യ ആയുധങ്ങളിൽ ലോകമേറെ താല്പര്യപ്പെട്ടു. ഈയിടെയായി ഞാൻ ലോകത്തുള്ളവരെ കണ്ടുമുട്ടുമ്പോഴെല്ലാം മനസ്സിലാക്കുന്നത് ഇന്ത്യ നിർമ്മിക്കുന്ന മെയ്ഡ് ഇൻ ഇന്ത്യ ആയുധങ്ങളോടുള്ള ലോകത്തിന്റെ ആകർഷണം വർദ്ധിച്ചു വരികയാണ് എന്നതാണെന്നും മോദി കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾക്ക് താല്പര്യമേറിയെന്നും ലോകത്തിന്റെ വിവിധ ഭാഗത്തിലുള്ളവരെ കണ്ടുമുട്ടുമ്പോൾ തനിക്ക് വ്യക്തമായെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.